സിനിമാ മേഖലയിൽ വലിയ തർക്കങ്ങൾ നടക്കുന്ന സമയമാണ്. സിനിമാ സമരത്തിൽ പക്ഷേ ജി സുരേഷ് കുമാറിനെ അനുകൂലിച്ച് നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ രംഗത്തെത്തുകയാണ്. സുരേഷ് കുമാറിനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല, പിന്തുണച്ച് സംഘടന ഇന്ന് വാർത്താക്കുറിപ്പ് ഇറക്കും. കഴിഞ്ഞ ദിവസം സുരേഷ് കുമാറിനെ രൂക്ഷമായി വിമർശിച്ച ആന്റണി പെരുമ്പാവൂരിനെ നേരിൽ കാണാനും നിർമ്മാതാക്കളുടെ സംഘടന ശ്രമിക്കുന്നുണ്ട്. MS ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിലേക്ക്, പ്രത്യേകിച്ച് താരങ്ങൾ സിനിമ നിർമ്മിക്കേണ്ട എന്നതായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും കൂടുതൽ കൊള്ളുന്നത് സ്വാഭാവികമായും എമ്പുരാന്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരിനാണ്. അതൊക്കെയാണ് അതിന്റെ ഒരു അടിയിൽ നടക്കുന്ന കാര്യങ്ങളെങ്കിലും പ്രധാനമായി നിർമ്മാതാക്കളുടെ സംഘടന ഒരു പിളർപ്പായിരുന്നു സംഭവിച്ചത്. അതെങ്ങനെ പരിഹരിക്കാനാണ് ഇപ്പോൾ ഈ മുതിർന്ന നിർമ്മാതാക്കളൊക്കെ ശ്രമിക്കുന്നത്? കൃത്യമായി പറയുകയാണെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടന ഒരു വലിയ ഭിന്നതയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ ജി സുരേഷ് കുമാറിനെ പ്രത്യക്ഷമായി തന്നെ വിമർശിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിവേഗമാണ് രംഗത്തെത്തിയത്. പൃഥ്വിരാജ് സുകുമാരൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ ഇത് കൃത്യമായി തന്നെ എല്ലാ താരങ്ങളും ആന്റണി പെരുമ്പാവൂരിനെ അനുകൂലിച്ച് രംഗത്തെത്തിയപ്പോൾ ജി സുരേഷ് കുമാർ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ ആരുമായി ചർച്ച ചെയ്യാത്തതാണെന്നും അങ്ങനെ ഒരു രീതിയിലേക്ക് ഒരു വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ മാറിയതുകൊണ്ടാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇന്ന് പറയുന്നത് ഞങ്ങൾ ഒറ്റപ്പെടുത്തില്ല, സുരേഷ് കുമാറിനൊപ്പം തന്നെ നിൽക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് ഉടൻ തന്നെ പുറത്തിറക്കുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത്. എന്തായാലും നിർമ്മാതാക്കളുടെ സംഘടന ജി സുരേഷ് കുമാറിനെ അനുകൂലിക്കുമ്പോൾ താരങ്ങളെല്ലാവരും ആന്റണി പെരുമ്പാവൂരിനെ അനുകൂലിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അങ്ങനെ സിനിമാ മേഖല രണ്ട് ചേരിയായി മാറുന്ന ഒരു കാഴ്ചയിലേക്കാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടന സെക്രട്ടറിയായ ബി രാകേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു കാര്യം, ജി സുരേഷ് കുമാർ വെറുതെ പറഞ്ഞതല്ല, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണത്. ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളവർ സാധാരണയായി മീറ്റിംഗിൽ പങ്കെടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളിൽ നടക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് ആന്റണി പെരുമ്പാവൂരിന് അറിയില്ല എന്നുള്ളത് ജി സുരേഷ് കുമാറും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങൾ പല നിർമ്മാതാക്കളും അറിയുന്നില്ല എന്നുള്ളൊരു വസ്തുത നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ പത്രസമ്മേളനത്തിൽ വിളിച്ചതിന് ശേഷം ജി സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ താൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, എല്ലാവരും കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്നുള്ളത് നിർമ്മാതാക്കളും വ്യക്തമാക്കുന്നുണ്ട്. അതേ ഘട്ടത്തിലാണ് താരങ്ങളെല്ലാവരും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബേസിൽ ജോസഫും അപർണ ബാലമുരളിയും ഉൾപ്പെടെയുള്ളവർ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റിന് അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ ഭിന്നിപ്പാണ്, വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് മലയാള സിനിമാ മേഖലയിൽ നടക്കുന്നത്. അത് വലിയൊരു ഭിന്നതയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ആരുടെ ഭാഗത്താണ് ന്യായം എന്നത് സംബന്ധിച്ചും കൃത്യമായ വ്യക്തതയില്ല. മാത്രമല്ല ആന്റണി പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെ എമ്പുരാന്റെ ബഡ്ജറ്റ് ജി സുരേഷ് കുമാറിനോട് ആരാണ് പറഞ്ഞത്? 141 കോടി രൂപ എന്ന് പത്രസമ്മേളനത്തിൽ ജി സുരേഷ് കുമാർ പറയുമ്പോൾ അങ്ങനെ കൃത്യമായ ഒരു കണക്ക് നിർമ്മാതാവായ താൻ പോലും പറയാത്ത ആ കണക്ക് എങ്ങനെ സുരേഷ് കുമാറിന് കിട്ടി എന്നുള്ളതും ആന്റണി പെരുമ്പാവൂർ ചോദിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതോടൊപ്പം തന്നെ ഒരൊറ്റ മാസത്തെ കണക്ക് 110 കോടി രൂപയുടെ നഷ്ടം കഴിഞ്ഞ ജനുവരി മാസത്തിൽ മലയാള സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ള നഷ്ടം ജി സുരേഷ് കുമാർ പറയുമ്പോൾ അതിന് മുന്നേ 2024-ലും 2023-ലും ഒക്കെ തന്നെ മറ്റുള്ള ഇൻഡസ്ട്രികൾ എല്ലാവരും മലയാള സിനിമാ ഇൻഡസ്ട്രിയെ നോക്കി നിൽക്കുന്ന പല സിനിമകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പറയുകയും ചെയ്തു. അതൊന്നും കാണാതെ മനഃപൂർവ്വമായി ഇൻഡസ്ട്രിയെ തന്നെ താഴ്ത്തുന്ന രീതിയിലേക്ക് ജി സുരേഷ് കുമാറിന്റെ ഈ ഒരു പ്രസ്താവന എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു ചോദ്യം പ്രധാനമായും ഉന്നയിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ ജി സുരേഷ് കുമാർ ഉന്നയിച്ച പല കാര്യങ്ങളും കൃത്യമായി അക്കമിട്ടുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഈ പോസ്റ്റ്. അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് പല താരങ്ങളും രംഗത്തെത്തിയത്. എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്നുള്ളതായിരുന്നു പൃഥ്വിരാജ് അത് പങ്കുവച്ചിട്ട് നൽകിയ ക്യാപ്ഷൻ. അതോടൊപ്പം തന്നെ ചെമ്പൻ വിനോദ് ആയിക്കോട്ടെ, ഉണ്ണി മുകുന്ദൻ, അജു വർഗീസ്, രമേശ് പിഷാരടി, അങ്ങനെ പല താരങ്ങളും ഉൾപ്പെടെ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് രംഗത്തെത്തിയപ്പോൾ ജനങ്ങൾക്കിടയിൽ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ വാചകത്തിലേക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. ജി സുരേഷ് കുമാർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയിലേക്ക് സാഹചര്യത്തിലാണ് സുരേഷ് കുമാറിനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന മുതിർന്ന നിർമ്മാതാക്കളുടെ പ്രസ്താവന. ഇനി ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ ഈ ഒരു കലങ്ങി മറിഞ്ഞ അവസ്ഥയെ അവർ പരിഹരിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം നഴ്സിംഗ് കോളേജ്